ഡോക്ടർ ഷഹന കേസിൽ പോലീസിന്റെ അനാസ്ഥയെ ചൊല്ലിയുള്ള തർക്കങ്ങളും പ്രതി റുവൈസിന്റെ പിതാവ് അബ്ദുൾ റഷീദിനെ ഇതുവരെയായും പോലീസിന് കണ്ടുപിടിക്കാൻ സാധിക്കാത്തതുമെല്ലാം വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുമ്പോൾ തന്നെ കേസിൽ ഉയർന്നു കേൾക്കുന്ന മറ്റൊരു പേരാണ് DR ഫാൻസ് എന്നത്. അബ്ദുൾ റഷീദിനെ പോലീസിൽ നിന്ന് മറഞ്ഞു നിൽക്കാൻ സഹായിക്കുന്നതുൾപ്പെടെ പല വിമർശനങ്ങളും DR ഫാൻസിന് നേരെയും നടക്കുന്നുണ്ട്. കേസിൽ റുവൈസിനെ രക്ഷിച്ചെടുക്കാൻ മുന്നിൽ നിൽക്കുന്നതും DR ഫാൻസ് ആണ്. ഇതിന് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെ ചിലരും ഒത്താശ ചെയ്തു. അതുകൊണ്ടാണ് ആത്മഹത്യാക്കുറിപ്പ് അടക്കം പുറത്തു വരാൻ വൈകിയതും റുവൈസിന്റെ പേര് ആത്മഹത്യാക്കുറിപ്പിൽ ഇല്ലെന്ന് പറഞ്ഞു വെച്ചതും. ഇതെല്ലാം കളവാണെന്ന് പിന്നീട് തെളിയുകയും ചെയ്തു. നിലവിൽ കേസിൽ റുവൈസിന്റെ അച്ഛന് ജാമ്യം കിട്ടിയിട്ടുണ്ട്. ഈ അറസ്റ്റ് ഒഴിവാക്കിയതും പോലീസിന്റെ തന്ത്രമായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് പിതാവിന് ജാമ്യം ലഭിച്ചത്. അതിനിടെ ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തിൽ പോലീസിനെ വിമർശിച്ചതിലുള്ള പ്രതികാരമായാണ് തന്നെ അറസ്റ്റ് ചെയ്തതെന്നാണ് കേസിൽ പ്രതിയായ റുവൈസ് ഹൈക്കോടതിയിൽ പറഞ്ഞത്. ജാമ്യ ഹർജിയിൽ വാദത്തിനിടെയായിരുന്നു ഇക്കാര്യം ആരോപിച്ചത്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലാണ് റുവൈസിന്റെ ജാമ്യ ഹർജിയിലെ വാദം. വന്ദനാദാസ് കൊലക്കേസിൽ റുവൈസ് കടന്നാക്രമിച്ചത് ആരോഗ്യമന്ത്രിയെയായിരുന്നു. സർക്കാരിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനാണ് അറസ്റ്റെന്നും സ്ത്രീധനം ആവശ്യപ്പെട്ടെന്ന ആരോപണം ശരിയല്ലെന്നും PG കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം വിവാഹം നടത്താമെന്ന് പറഞ്ഞത് ഷഹന സമ്മതിച്ചിരുന്നില്ലെന്നും ഹർജിയിൽ പറയുന്നു. എന്നാൽ ഹൈക്കോടതിയിലെ റുവൈസിന്റെ അഭിപ്രായം കോടതി ഗൗരവത്തോടെ എടുത്തിട്ടില്ല. അങ്ങനെ പറയാനാവില്ലെന്നും സ്ത്രീധനം ആവശ്യപ്പെടുന്നത് കുറ്റമാണെന്നും ഹർജി പരിഗണിച്ച ജസ്റ്റിസ് P ഗോപിനാഥ് പറഞ്ഞു. ഡോക്ടർ റുവൈസ് സ്ത്രീധനത്തിന്റെ പേരിൽ വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിലുള്ള മനോവിഷമം മൂലം ഡോക്ടർ ഷഹന ആത്മഹത്യ ചെയ്തെന്നാണ് കേസ്. എന്നാൽ കേസ് ഇത്തരത്തിൽ വഴിതിരിച്ചു വിടാനുള്ള ശ്രമം DR ഫാൻസിന്റേതാണെന്നും ഉയർന്നു കേൾക്കുന്നുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തിയ ഇടപെടലുകൾ DR ഫാൻസ് എന്ന അഴിമതി കൂട്ടായ്മയ്ക്ക് എതിരായിരുന്നു. പല ഇടപെടലുകളും അത് കാരണം നടന്നിട്ടുമില്ല. ഈ ഗ്രൂപ്പിലെ പ്രധാനിയാണ് ഡോക്ടർ റുവൈസ്. റുവൈസിനെതിരെയുള്ളത് ആരോഗ്യമന്ത്രിയുടെ പകയാണെന്ന് വരുത്തി തീർക്കാനാണ് നീക്കം. തുടക്കത്തിൽ അപ്രസക്തമായ കേസ് ഉയർന്നു വന്നത് ആരോഗ്യമന്ത്രിയുടെ ഇടപെടലിലാണ്. സ്ത്രീധനം ചോദിക്കുക എന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണ്. ഇത് മനസ്സിലാക്കിയാണ് ആത്മഹത്യാക്കുറിപ്പ് അടക്കം തുടക്കത്തിൽ രഹസ്യമാക്കിയത്. സ്ത്രീധന വിവരങ്ങൾ ഷഹനയുടെ കുടുംബം പുറത്തുവിട്ടതുകൊണ്ട് മാത്രമാണ് കേസിൽ വഴിത്തിരിവായത്. ഒളിവിൽ പോയ റുവൈസിന്റെ പിതാവിന്റെ ചിത്രം പോലും പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഇതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഒളിവിൽ കഴിയുമ്പോഴും കറങ്ങി നടക്കാൻ കഴിഞ്ഞു. പ്രതിയുടെ ചിത്രം പുറത്തു വന്നിരുന്നുവെങ്കിൽ നാട്ടുകാർ തന്നെ ഇയാളെ പിടിക്കുമായിരുന്നു. ഷഹനയുടെ മരണം വൻ ചർച്ചയായതോടെയാണ് ഇരുവർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുക്കാനും റുവൈസിനെ അറസ്റ്റ് ചെയ്യാനും പോലീസ് തയ്യാറായത്. നിലവിൽ ആരോഗ്യമന്ത്രിയെ അടക്കം പഴിചാരിക്കൊണ്ട് റുവൈസിനെ കേസിൽ നിന്നും രക്ഷിച്ചെടുക്കാനാണ് ചിലരുടെ ശ്രമം. ആ ശ്രമത്തിന് പിന്നിൽ DR ഫാൻസ് ആണോ അതോ DR ഫാൻസിനെതിരെ ചെറുവിരൽ പോലും അനക്കാൻ ഭയക്കുന്ന പോലീസാണോ എന്നതാണ് ഇനി അറിയാനുള്ളത്.